വഴിവിളക്കിലെ ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യം തിരുവനന്തപുരം അഴീക്കോട് നിന്ന് ഫാത്തിമ ബിന്ത് സലാമിൻ്റേതാണ്. അവരുടെ ചോദ്യം ഷവ്വാലിലെ നോമ്പുമായി ബന്ധപ്പെട്ടതാണ്. ഷവ്വാൽ മാസത്തിലെ 6 നോമ്പിൻ്റെ ശ്രേഷ്ഠത എന്താണ്? അതിൻ്റെ ആധികാരികത എത്രത്തോളമാണ് എന്നാണ് ചോദ്യം. റമദാനിൽ നിന്ന് നാം ഷവ്വാലിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. തീർച്ചയായും ഈ ചോദ്യം ഈ സന്ദർഭത്തിലേറെ പ്രസക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അരുളിയതായിട്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ കാന കസിയാമിദ് ദഹർ. ഒരാൾ റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും അതിനെ തുടർന്ന് ഷവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ പൂർത്തീകരിക്കുകയും ചെയ്താൽ കാന കസിയാമിദ് ദഹർ, അയാൾ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ്. ഈ ഹദീസ് പ്രാമാണികമായ ഒരു ഹദീസാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് റമളാൻ മാസത്തിലെ വ്രതം കഴിഞ്ഞ് പെട്ടെന്ന് കാറ്റൊഴിഞ്ഞു പോകുന്നത് പോലെ അതിലെ നന്മകളും ശീലങ്ങളും എല്ലാം വിട്ടൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. അതിന് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈയൊരു നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കൂടി കാണാം: ഒരു പുണ്യത്തിന് 10 പ്രതിഫലം. അങ്ങനെയാണല്ലോ, ഒരു ഹസനത്തിന് 10 പ്രതിഫലമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നോമ്പിന് 10 പ്രതിഫലം, അപ്പോൾ 30 നോമ്പിന് 300 പ്രതിഫലം. അതിൻ്റെ കൂടെ ഈ 6 നോമ്പിൻ്റെ 60 പ്രതിഫലം കൂടി ചേർത്ത് വെക്കുമ്പോൾ 360 പ്രതിഫലമാവും. 36 നോമ്പിന് 360 പ്രതിഫലം. ഇതാണ് കാനക സിയാമിദ് ദഹർ, അയാൾ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നതിൻ്റെ വ്യാഖ്യാനം എന്ന് ആ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വർഷം മുഴുവനും നോമ്പിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ നോമ്പിൻ്റെ പുണ്യവും പ്രയോജനവും ആർജിക്കുവാൻ കഴിയുന്ന ആളാണ് ഷവ്വാലിലെ 6 നോമ്പ് കൂടി നോൽക്കുന്നവൻ എന്ന് വരുന്നു. അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിശദീകരണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അസ്സായിമു ബഅദ റമളാൻ കൽ കാരി ബഅദൽ ഫാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റമളാനിന് ശേഷവും നോമ്പിനെ തുടർത്തുന്നവൻ, നോമ്പ് അനുഷ്ഠിക്കുന്നവൻ ഓടിപ്പോയ ആൾ തിരിച്ചു വരുന്നത് പോലെയാണ്. അഥവാ അള്ളാഹുവെ വിട്ട് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് തുടങ്ങിയ ആൾ വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചെത്തുന്നത് പോലെയാണ്. റമളാൻ കഴിഞ്ഞ്, പെരുന്നാൾ കഴിഞ്ഞ് നാളുകൾ പിന്നിടുമ്പോൾ നേടിയെടുത്ത നന്മകൾ ചോർന്നു പോകാം. ആ അവസ്ഥയിൽ അള്ളാഹുവിൽ നിന്ന് അകന്നു പോയവൻ വീണ്ടും തിരിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന അനുഭൂതിയാണ് ഇതുപോലെയുള്ള സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ആസ്വദിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. അതിനാൽ ഷവ്വാലിലെ 6 നോമ്പിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് കാണാം. ഇമാം മാലിക് റഹിമഹുല്ലാ മാത്രമാണ് ഈ നോമ്പിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്ന ന്യായം, ഫർള് നോമ്പുകൾ, റമളാനിലെ ഫർളായ നോമ്പുകളെ തുടർന്നുകൊണ്ട് ഷവ്വാലിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഫർളിനോട് സുന്നത്തിനെ ചേർത്ത് കെട്ടുന്ന ഒരു പ്രശ്നം വരില്ലേ? ഫർളിൻ്റെ പ്രാധാന്യം ഏതായാലും സുന്നത്തിലില്ലല്ലോ എന്ന രൂപത്തിൽ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അഥവാ നിർബന്ധ നോമ്പിൻ്റെ പ്രാധാന്യം ഐച്ഛികമായ നോമ്പുകൾക്കില്ല. അപ്പോൾ അത് രണ്ടും ചേർത്ത് കെട്ടുമ്പോൾ ഒരു അവ്യക്തത ഉണ്ടാവില്ലേ എന്ന രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് മറ്റ് പണ്ഡിതന്മാരുടെ വിശദീകരണം, ഇമാം മാലിക് റഹിമഹുല്ലാ എന്ന മഹാന് ഈ ഹദീസ് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വീക്ഷണം അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എന്നാണ്. എന്നാൽ ഈ നോമ്പിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ചേർത്ത് പറയുന്ന ഒരു കാര്യം,
സുമ്മ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ കാനക സിയാമി ദഹർ. റമദാനിൻ്റെ നോമ്പിനെ തുടർന്ന് ഷവ്വാലിലെ 6 നോമ്പെടുത്താൽ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നതിന് ഇമാം ഷാഫി നൽകുന്ന ഒരു വിശദീകരണമാണ് ഈ ഷവ്വാലിലെ ആദ്യത്തെ 6 നാളുകളിൽ തന്നെ ആയിരിക്കണം നോമ്പെടുക്കുന്നത്, അതാണ് ശ്രേഷ്ഠത എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പൊതുവെ മറ്റ് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനത്തിൽ, മറ്റ് ഇമാമുമാരുടെ വിശദീകരണത്തിലും ആദ്യത്തെ 6 ദിവസം തന്നെ ആവണമെന്നില്ല, ആദ്യത്തെ 6 നാളുകളിൽ തന്നെ ആവണമെന്നില്ല. മറിച്ച് ഷവ്വാൽ മാസത്തിൽ, ആ മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് പൂർത്തീകരിച്ചാൽ ഷവ്വാലിലെ നോമ്പിൻ്റെ പുണ്യം നമുക്ക് ആർജിക്കാൻ കഴിയും എന്നാണ്. തീർച്ചയായും ഷവ്വാലിലെ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ സുന്നത്ത് നോമ്പുകളിൽ വളരെ പ്രാധാന്യമുള്ള നോമ്പാണ് എന്ന് തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്തരം സുന്നത്തുകൾ നിലനിർത്തുവാൻ കഴിയുമ്പോൾ അത് മുഖേന നോമ്പിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും ഒരുപക്ഷേ നമുക്ക് കൈവിട്ടുപോയ റമദാനിൻ്റെ നന്മകൾ വാരിക്കൂട്ടുവാനുമുള്ള അവസരമാണ് ലഭിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അനുഷ്ഠിച്ചതും അതുപോലെ അനുഷ്ഠിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതുമായ സുന്നത്തുകൾ, സുന്നത്ത് നോമ്പുകളും പാലിക്കുന്നിടത്ത് ജാഗ്രത പാലിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ശൈലി. വഴിവിളക്കിലെ ചോദ്യോത്തര പരിപാടിയിലേക്ക് ഇമെയിലായും കത്തുകളായും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. വഴിവിളക്ക്, മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ്, മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, വെള്ളിപ്പറമ്പ് PO, കോഴിക്കോട്. പിൻ 673008. ഇമെയിൽ വഴിവിളക്ക്@mediaonetv.in.